ശത്രുവിനെ നശിപ്പിക്കുക. അത് മാത്രമല്ല ശക്തി, ശരിക്കുള്ള ശക്തി എന്താണ്? ഒരാൾ നമ്മളെ നിന്ദിക്കുമ്പോൾ ഫീൽ ചെയ്യാതിരിക്കുന്നുണ്ടോ? നമുക്ക് ഫീലിങ്സ്, വിഷമം വരില്ല. അതാണ് സഹനശക്തി. നമ്മൾ പറയാം സഹിച്ച് മടുത്തെന്ന് പറയും. ആ പ്രയോഗം തെറ്റ അല്ലെ. നല്ല ടോളറേറ്റിംഗ് പവറുള്ള, നല്ല സഹനശക്തിയുള്ള ഒരു ബോട്ടിലാണ് നിൽക്കുക. നമ്മൾ പറയാം ഈ ബോട്ടിൽ നല്ല ചൂട് താങ്ങും അല്ലെ. സഹനശക്തി ഉണ്ട് എന്നുവെച്ചാൽ ഉരുകി പോകത്തില്ല. അപ്പൊ ഒരാൾ ശക്തിശാലിയാവുന്ന എങ്ങനെ അറിയാൻ പറ്റും? ആ വ്യക്തിയെ ഒന്ന് ഇൻസൾട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പോകണ്ട, തിരിച്ച് നമുക്ക് ഇൻസൾട്ട് കിട്ടും. എന്ത് കൊടുക്കുന്നു തിരിച്ചു വരും. ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ഫീൽ ചെയ്യാതെ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അയാളൊരു ശക്തിശാലിയാണ്. അല്ലാതെ ആയുധം എടുത്ത് ഒരാളെ കുത്താനോ ഉപദ്രവിക്കാനോ വാക്കുകൊണ്ട് അമ്പ ചെയ്യുന്നവരല്ല ശക്തി. അതൊക്കെ നമ്മളുടെ തെറ്റിദ്ധാരണയാണ് അല്ലെ. ഇതൊക്കെ നമ്മുടെ കുഴപ്പങ്ങളാണ്, കുറവുകളാണ്. ശരിക്കുള്ള ശക്തി എന്താണ്? സ്തുതിക്കുകയും ചെയ്യും. അപ്പോഴും നമ്മൾ പൊങ്ങിപ്പോകരുത് അല്ലെ. ചിലർ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കാശൊക്കെ തട്ടിക്കൊണ്ടുപോകും അല്ലെ. ഒന്ന് പൊക്കി പറഞ്ഞാൽ മതി, നമ്മൾ ഹാപ്പിയായി, അവർ നമ്മുടെ കാശ് കൊണ്ടുപോകും. അപ്പൊ സ്തുതിയിലും വീഴരുത് അല്ലെ. സ്തുതി, മാനം, അപമാനം എല്ലാത്തിലും ഒരാൾക്ക് ഒരു ഫീലിങ്സിൽ ഒരേപോലെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ അയാൾ വളരെ ശക്തിശാലിയാണ്. നമുക്ക് നഷ്ടങ്ങളുണ്ടായി, അപ്പോഴും മനസ്സ് തകരരുത്. പ്രിയപ്പെട്ടവർ ചതിച്ചു, അപ്പോഴും മനസ്സ് ഫീൽ ചെയ്യരുത്. എന്തായാലും നമുക്ക് കയ്യബദ്ധം സംഭവിച്ചു, അപ്പോഴും വിഷമിക്കരുത്. അങ്ങനെ ഫീലിംഗ് പ്രൂഫ് ആയോ? നമ്മൾ വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറയും. അതേമാതിരി ഫീലിംഗ് പ്രൂഫ് ആയെങ്കിൽ പറയാം ഒരാള് ശക്തിശാലിയായി കഴിഞ്ഞു. വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെ നോക്കിയാൽ നമുക്കറിയാം അല്ലെ. അവരൊക്കെ ഫീലിംഗ് പ്രൂഫാണ്. അവരാർക്ക് ചതിക്കാൻ പറ്റത്തില്ല. കാരണം അവര് പ്രലോഭനങ്ങളിലും വീണു പോകത്തില്ല. ആരെങ്കിലും കുറച്ച് സ്നേഹിച്ചാലോ സന്തോഷിപ്പിച്ചാലോ കുറച്ച് സഹായിച്ചാലോ ഒന്നും വീണു പോകത്തില്ല. അവർക്ക് അത്ര സ്ട്രോങ് ആണ്, അവർക്കെല്ലാം അറിയാം അല്ലെ. ഇൻസൾട്ടിലോ അതിലൊന്നും ഒരു ഭയപ്പെടുത്തില്ല അല്ലെ. ചിലരൊക്കെ ഒരാളെ ഭയപ്പെടുത്തിയിട്ട് കരയിപ്പിച്ചിട്ട് കാര്യം കാണാൻ നോക്കല്ലേ, പേടിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കും. അങ്ങനെയല്ല, അതിലൊന്നും പേടിക്കത്തില്ല. അങ്ങനെ എല്ലാത്തിലും ഒരേപോലെ മനസ്സ് സ്ഥിരതയോടുകൂടിയിരിക്കും. അതാണ് ശക്തിശാലി. അപ്പൊ